ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ബാക്ക് ടു ഷാനാസ് സ്പൈസസ്. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോണത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മുട്ടത്തോരനാണ്. മുട്ടത്തോരൻ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും ഒരു പ്രാവശ്യമെങ്കിലും, ഉണ്ടാക്കാത്തവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി. ഭയങ്കര സിമ്പിളാണ്, വളരെ ബേസിക് ആയിട്ടുള്ളൊരു റെസിപ്പി. ചോറിൻ്റെ കൂടെ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഒരു ഐറ്റം കൂടി ഉണ്ടായാൽ നല്ലായിരുന്നു, ഉണ്ടായാൽ കൊള്ളായിരുന്നു എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. പലപ്പോഴും നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഒരു പ്രാവശ്യം അതിന് പകരം ഒരു മുട്ടത്തോരൻ ഉണ്ടാക്കി നോക്ക്. നല്ലൊരു സൈഡ് ഡിഷാണ്, കുട്ടികൾക്കും ഇഷ്ടമാണ്, നല്ല സിമ്പിളുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് നോക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ പാനിലൊഴിച്ച് ചൂടാവുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതിലേക്ക് ഒരു സവാള കൊത്തിയരിഞ്ഞത്, നന്നായി കൊത്തിയരിഞ്ഞതാണ്. ഇപ്പോൾ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്, അതും യൂസ് ചെയ്യുക. ഇതിന് പകരം കൊത്തിയരിഞ്ഞത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ പച്ചമുളക് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. എരിവുള്ള പച്ചമുളകോ, എരിവ് പറ്റാത്തവരാണെങ്കിൽ എരിവ് കുറഞ്ഞ പച്ചമുളക് യൂസ് ചെയ്യാം. നല്ല പച്ചമുളകിൻ്റെ ഒരു മണം എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ സവാളയും അല്ലെങ്കിൽ ഉള്ളി പച്ചമുളകും നന്നായിട്ടൊന്ന് വഴറ്റണം. ചെറിയൊരു കളറ് വന്ന് തുടങ്ങണം. ലോ ഫ്ലെയിമിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ സവാള ഇതുപോലെ കളർ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കാം. ഒന്ന് ശരിയായതിന് ശേഷം ഇതിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട്. അതൊന്ന് നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ചിക്കി കൊടുക്കാം. അങ്ങനെ ചിക്കി ഒന്ന് സെറ്റായതിന് ശേഷം പിന്നെ നന്നായിട്ട് ഇത് കൊത്തി ചിക്കി കൊടുക്കണം. സ്ക്രാമ്പിൾഡ് എഗ്സ് പോലെ സോഫ്റ്റ് ആയിരിക്കരുത്. തോരനാകുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആക്കിയിട്ട് കുക്ക് ചെയ്യണം. എന്നാൽ തീരെ ഒരു ബ്രൗൺ കളറും ആ ഒരു ചട്ടി പിടിച്ച ടേസ്റ്റ് വരാൻ പാടില്ല. അതുകൊണ്ട് തീ നന്നായി കുറച്ചിട്ട് വേണം ഈ എഗ് തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ 10 മിനിറ്റിൽ താഴെ ഒരു തോരൻ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.